ശബരിമല സ്വർണം കൊള്ള ഇപ്പോൾ കണ്ഠര് രാജീവനിൽ എത്തി നിൽക്കുകയാണ്. അതൊരു സീരിയൽ പോലെയായിരുന്നു. എപ്പിസോഡായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പിന്നീട് ഭരണസമിതി അംഗങ്ങളെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അത് കണ്ഠര് രാജീവിൻ്റെ അറസ്റ്റോടെ ഏകദേശം നമുക്ക് പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം ധാരണ വന്നിട്ട് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയറായി, പിക്ചർ ക്ലിയറായി. ഒരുപക്ഷെ ചിലപ്പോൾ മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ പിടിച്ച് തന്ത്രിയിൽ അവസാനിപ്പിക്കുകയായിരിക്കും എന്ന് കരുതി തന്ത്രിക്ക് പങ്കില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ തന്ത്രി അറിയാതെ നടക്കില്ല എന്ന് നമുക്ക് നല്ലോണം ധാരണയുണ്ട്. പക്ഷെ തന്ത്രി അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. തന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് എന്നാണല്ലോ വെപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തി വളരെ ജെന്യൂനായിരുന്നെങ്കിൽ അദ്ദേഹം ആ തൊഴിൽ അവസാനിപ്പിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോകുമായിരുന്നു. കാരണം അവരത് ചെയ്തുകൂടാ. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ലാത്തവരാണ്. ഈ കോടാനുകോടി വിശ്വാസികളുടെ ഒരു അവലംബമാണ്. അവർ ആ ദൈവത്തെ പോലെ കരുതുകയാണ്, അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള കാണുകയാണ്. അപ്പോൾ അവർ കക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണല്ലോ. ശരിക്കു പറഞ്ഞാൽ ഈ ബ്രാഹ്മണർക്ക് മാത്രം അല്ല പൂജിക്കാനുള്ള അർഹതയും അധികാരമൊക്കെ ഉള്ളത്. അത് എവിടെയൊക്കെ വരായുണ്ടോ അവിടെയൊക്കെ കയറി അധികാരം സ്ഥാപിച്ചെടുക്കുകയാണ് ഈ ബ്രാഹ്മണർ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ കാനനവാസനാണ്. അത് കാട്ടുവാസികളുടെ ദൈവമാണ്. ട്രൈബൽ ചീഫ് എന്നോ ട്രൈബൽ ഗോഡ് എന്നൊക്കെ ട്രൈബൽ ഡീറ്റി എന്നൊക്കെ നമുക്ക് കരുതാം. അല്ലാതെ തരയില്ലല്ലോ. ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു സവർണം കയറി അവിടെ ഒരു അമ്പലം ഉണ്ടാക്കുന്നൊന്നും വിശ്വസിക്കാൻ വയ്യ. പക്ഷെ അവിടെ വരായ വന്നോടുകൂടി അവിടെ ബ്രാഹ്മണൻ്റെ ആധിപത്യം വന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതെന്തോ ആവട്ടെ, അത് അനുമാനങ്ങളാണല്ലോ. പക്ഷേ നിലവിലിപ്പോൾ തന്ത്രിയാണ് പിതൃസ്ഥാനീയൻ എന്ന് വിശ്വസിച്ചു പോരുന്നു. അപ്പോൾ തന്ത്രി അറിയാതെ അവിടെ എലാനങ്ങില്ല. തന്ത്രിയുടെ മൗനാനുവാദമില്ലാതെ ഒന്നും നടക്കില്ല. ഇവിടെ ഹൈറാർക്കിയിൽ പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടിയും പവർഫുള്ളാണ്. അധികാരം വീൽഡ് ചെയ്യുന്നത് അവരായതുകൊണ്ട് തന്നെ തന്ത്രിക്ക് അവരെ ധിക്കരിച്ചൊന്നും സംസാരിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തന്ത്രി എന്താണ്, ഞാൻ ദൈവം നിന്ന ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോരേണ്ടതായിരുന്നു. പക്ഷെ തന്ത്രി അവിടെ നിശബ്ദനായി നിന്നിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടാളിയായിട്ടുണ്ടാവാം. ഒരുപക്ഷെ ചിലപ്പോൾ മുൻകൈയും എടുത്തിട്ടുണ്ടാവാം. എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ പോലീസ് പുറത്തേക്ക് വിടേണ്ട സംഗതികളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ഈ ഇടക്കാലത്ത് ശബരിമലയിലും പോയി. ശബരിമലയിൽ പോയപ്പോൾ അവിടെ തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നതൊക്കെ. നമ്മൾ കയറിപ്പോകുമ്പോൾ ഒക്കെ ഈ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. അവിടെ നമ്മൾ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, VIP ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അല്ലാത്തവർക്കൊക്കെ ദീർഘനേരം ക്യൂ നിൽക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ, പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന വ്യക്തികൾ വരുമ്പോൾ ഈ അയ്യപ്പൻ്റെ വിഗ്രഹം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കുമ്പോൾ ഈ ബ്രാഹ്മണരുണ്ട്, തന്ത്രിയും കൂട്ടാളികളൊക്കെ ഇങ്ങനെ തിന്ന് കൊഴുത്ത് ദുർമേധസ് കാണിച്ചിട്ടാണ്, ദുർമേധസ് ഉണ്ട് നിറച്ച്. എന്നിട്ട് ഒരു വേഷ്ടിയും മുണ്ടൊക്കെ എടുത്ത് കഴുത്തിൽ ആനച്ചങ്ങല പോലത്തെ സ്വർണ്ണാഭരണമൊക്കെ ഇട്ട് കൈ നിറയെ മോതിരമൊക്കെ ഇട്ട് ആണ് അവർ നടക്കുന്നത്. അവരുടെ വിലവെടുപ്പുള്ള വസ്ത്രം വെച്ചാൽ ആ കറുപ്പാൻ നീലയാണെങ്കിലും അതും വിലവെടുപ്പുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഓരോരുത്തരെ കാണുമ്പോഴും ഇങ്ങനെ കാണിച്ച് ഭഗവാന്റെ കോലം കൊണ്ടുപോകുമ്പോൾ അതിൽ എന്താ പറയുക,
മുഴുകിയിട്ടല്ല നടക്കുന്നത്, അതിൽ വളരെ ഭക്തിയോട് കൂടിയിട്ടല്ല നടക്കുന്നത്. അവിടെ ഉള്ള ആൾക്കാരെ വന്ന VIP കളൊക്കെ കൈകൊണ്ട് അഭിവാദ്യം ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നേരത്തെ ക്യൂവിൽ നിൽക്കാതെ തന്നെ കാണിച്ചു ദർശനം കൊടുക്കുന്നുണ്ട്. ഭഗവത് സന്നിധിയിൽ എല്ലാവരും തുല്യരാണ് എന്നിരിക്കെ ചിലർക്ക് അവിടെ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് അവർ തമ്മിൽ ഒരു ബാന്ധവം ഉണ്ടാവുമല്ലോ, ചങ്ങാത്തമൊക്കെ ഉണ്ടാവുമല്ലോ, അവിശുദ്ധ ബന്ധം എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഏറ്റവും വിശ്വാസമില്ലാത്തവർ, അവിശ്വാസികളായിട്ടുള്ളവർ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അവിശ്വാസികൾ എന്ന് പറയും. പക്ഷേ അവിശ്വാസികളായി ഞാൻ കണ്ടിട്ടുള്ളത് ഈ പൗരോഹിത്യമാണ്. ഏത് മതത്തിൽ ആയിട്ടുള്ള പൗരോഹിത്യമാണ് അവിശ്വാസികളായിട്ടുള്ളത്. കൃത്യമായിട്ട് അറിയാം അവിടെ ഒന്നും നടക്കുന്നില്ല, അതൊരു കല്ലാണോ മണ്ണാണോ എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. പിന്നെ അവർ സാത്വിക ഭാവം ഇല്ലാത്തവരുമാണ്. അല്ലാത്തവർക്ക് കല്ലായിക്കോട്ടെ മണ്ണായിക്കോട്ടെ സാത്വിക ഭാവമുണ്ട്. ഈ ശബരിമല ദർശനം എന്നൊക്കെ പറയുന്നത് അവിടെ പോയി DT കാണുക എന്നതിലപ്പുറം ഒരു 41 ദിവസത്തെ വ്രതനിഷ്ഠയുണ്ട്. അത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഫീലിങ്സ് ആണ്. നമ്മുടെ ഒരു പർഗേഷൻ ഓഫ് നമ്മുടെ ബോഡിയാണ്. നമുക്കൊരു നിഷ്ഠയാണ്, ഒരു ആത്മനിഷ്ഠയുണ്ട്. അതൊക്കെ ആചരിച്ച് വരുമ്പോൾ നമ്മളൊരു ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവത്തിലും അതിൽ നിന്നൊക്കെ തന്നെ. മത്സ്യം മാംസം വർജിച്ച് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഒരു 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശബരിമല അയ്യപ്പനെ വിളിച്ച് വിളക്ക് കത്തിച്ച് നമ്മൾ നാമൊക്കെ ചൊല്ലി ചേരുമ്പോൾ അത് നമ്മളൊരു ജേണിയാണ്. ആ ജേണിയാണ് പ്രധാനപ്പെട്ടത്. അവിടെ പോയി DT വണങ്ങുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത്. പക്ഷെ അവിടെ ആ DT ഒരു തീഗോളം മാത്രം അല്ലെങ്കിൽ ഒരു വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ ഉപരി ആ ജേണിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലും അവിടെ വരുന്നത് ഈ വിഡ്ഢികൾ എന്നുള്ള രീതിയിലാണ് ഈ ബ്രാഹ്മണർ കാണുന്നത്. അവർക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ അവിടെ അമ്പലത്തിലുള്ള അമൂല്യമായ വസ്തുക്കൾ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുകയും എന്നിട്ട് തിന്ന് കൊഴുത്ത് ഒരു സ്വർഗതുല്യമായ ജീവിതം അവർ നയിക്കുകയും ചെയ്യുകയാണ്. അവരെ പേടിച്ചിട്ട് ഈ വിശ്വാസികൾ അജ്ഞാനുവർത്തികളാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കും. ഇത് മുഴുവൻ അവർ അടിച്ചു മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരെ പിടിക്കപ്പെട്ടാൽ അവരെ മതവികാരം ഇളക്കിവിടും. അവർ ഈ പാവപ്പെട്ട വിശ്വാസികളെ കൊണ്ട് അവിശ്വാസികളുടെ മതവികാരം ഇളക്കി അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എത്ര കണ്ട് നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇപ്പോൾ ഏകദേശം 100 വർഷത്തോളമൊക്കെ അടുക്കുകയാണ്. എന്നിട്ട് പോലും നമുക്ക് ഒരു ഡെമോക്രസി ഇൻ നെയിം, പേരിന് മാത്രം നാമമാത്രമായൊരു ജനാധിപത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, സ്വാധീനമുള്ളവൻ കാര്യക്കാരൻ, ജസ്റ്റിസ് ഈസ് ബോട്ട്, കാശ് കൊടുത്താൽ കിട്ടുന്നതാണ് നീതി, കോടതി അങ്ങനെ. അപ്പോൾ ഒരു കോടതികളിലുള്ള വിശ്വാസമൊക്കെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇവരൊക്കെ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരുകയും വളരെ ഭംഗിയായിട്ട് ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യും. ഈ അടുത്ത കാലമായപ്പോൾ അത് കൂടുതൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാശ് കൊടുത്താൽ നീതി കിട്ടും എന്നുള്ളൊരു അവസ്ഥയിലായിക്കൊണ്ട് അതുകൊണ്ട് ഈ പാവപ്പെട്ട വിശ്വാസികളുടെ കൊണ്ട് കലാപം ഉണ്ടാക്കിച്ച് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും. നാമജപയാത്രയൊക്കെ ഇപ്പോൾ തുടങ്ങും. കാരണം അത് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ എനിക്കറിയില്ല തന്ത്രിയിൽ അവസാനിപ്പിക്കും. തന്ത്രിക്ക് മാത്രം ഇത്ര വലിയ കൊള്ളയൊന്നും ചെയ്യാൻ സാധിക്കില്ല, മന്ത്രിയും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് 3.5 തരം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. തന്ത്രിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്താൾ ഇന്നാൾ എന്നുള്ളത് അറിയാം. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനാണോ എന്നുള്ളതും നമുക്ക് സംശയമുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പം ഞാനിപ്പോൾ പോയി പളനിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പളനിമലയിൽ പോയപ്പോൾ അവിടെയും
ഒരു റെസീറ്റ് പോലും ഇല്ലാണ്ടാണ് പഞ്ചാമൃതമൊക്കെ കൊടുക്കുന്നത്. 3 പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ ഒരു കാശ് എടുത്ത് അതിൽ നിന്ന് 150 രൂപ അടിച്ചു മാറ്റും, തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി. നമ്മൾ ചോദിച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് കാശ് തരിക. അവിടെ ഒരു മയവും ഇല്ലാതെ അഴിമതി നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ അമ്പലങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എഴുത്തച്ഛൻ്റെ വരികളൊക്കെ ഞാൻ ഓർക്കും, എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവിടെ ഈ ബ്രാഹ്മണൻ്റെ ആധിപത്യമൊന്നും വേണ്ട, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദഹകനും എല്ലാവർക്കും ഭഗവാനെ എന്ന് വിളിക്കാം. അപ്പോൾ പൂജകർമ്മങ്ങളും അവർക്കും ചെയ്യാം എന്നുള്ളത് എഴുത്തച്ഛൻ പണ്ടേ പാടേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കൂടി അദ്ദേഹം പറഞ്ഞത്, ഊരിനു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിന്, നീരിനു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്, നാരായണാച്യുത ഹരയൊന്നൊതുവൻ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനത്ര ഒരു സ്ഥലത്തേക്കൊക്കെ പോകണേ, നമ്മൾ ഗുരുവായൂർ പോകണം അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകണം എന്നൊന്നുമില്ല. ഊര് വേണ്ട ദൈവത്തെ വിളിക്കാനായിട്ട്. പിന്നെ നീര് വേണ്ട, ഉദകക്രിയൊന്നും വേണ്ട, നീരും വേണ്ട. പിന്നെ പുരോഹിതനും പത്നിയും വേണ്ട. പണ്ടൊക്കെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ പുരോഹിതനും വേണം. നിജധാരങ്ങൾ വേണ്ടതിന് നാരായണ അച്യുത ഹരേ എന്നൊക്കെ വിളിക്കാനായിട്ട് നാവ് ഒന്നേ വേണ്ടു. അത് മനുഷ്യൻ മനസ്സിലാക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടേക്ക് ഇങ്ങനെ ഇത്ര അധികം ഇങ്ങനെ തിരക്ക്, ക്രൗഡ് അങ്ങനെ അവിടെ ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളെ വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം നമ്മൾ പറ്റിക്കാനും വഞ്ചിക്കാനും ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് ബ്രാഹ്മണർ ഇപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ ശരിക്കും നമ്മൾ മാലയിട്ട് പോയാൽ നമ്മൾ എവിടുന്നാണ് മാലയിട്ട് വെച്ചെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് മാല ഊരാൻ പാടുള്ളൂ എന്നാണ് പണ്ടൊക്കെ പറയാം. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തലമൂർത്ത കാർന്നര്, ഈ കുടുംബത്തിലെ തലമൂർത്ത കാർന്നര് പമ്പയിൽ ഇരിക്കുന്നുണ്ട്, ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങോർക്ക് ദക്ഷിണ കൊടുത്താൽ മാല ഊരി തരും. ആ മാല ഊരി തരും അവരെന്താ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടികളാണെന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നോക്കും, നമ്മളെ പേടിപ്പിച്ചിരുത്തും, എന്നിട്ട് പോകുമ്പോൾ ദക്ഷിണ കൊടുക്കും, മാല ഊരി വാങ്ങും, കൈ തൊഴും. അപ്പോൾ ജനങ്ങളുടെ ഒരു അജ്ഞതയും നിരാലം ഭരണകൂടം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ പാവങ്ങൾ കഷ്ടപ്പാട് വരുമ്പോൾ ഭരണകൂടമാണല്ലോ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യുക, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുക, നമുക്ക് വേണ്ടതായിട്ടുള്ള സംഗതികളൊക്കെ ജീവിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി തരിക, വാതായനം ഉണ്ടാക്കി കൊടുക്കുക ഭരണകൂടമാണ്. ഭരണകൂടം അതൊന്നും ചെയ്യാണ്ടാകുമ്പോഴാണ് ജനങ്ങളെല്ലാവരും ഭഗവാനേന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ഓടുന്നത്. അപ്പോൾ ഇവർ ഈ മീഡിയേറ്റേഴ്സ്, അതായത് ഏജൻറ്റുമാർ സ്ട്രോങ് ആവണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തിനെ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ടാവുക പോയി പ്രാർത്ഥിക്കുന്ന അത് നല്ലതാണെന്ന് ഞാൻ പറയാം. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആൾക്കൂട്ടോ ആരോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു പോരുക. ഒരു അമ്പലത്തിൽ പോകണം, ഞാൻ എന്നും പോണതാണ്, എനിക്കിഷ്ടമാണ് അമ്പലത്തിൽ പോണത്. കാരണം അതൊരു മോർണിംഗ് വാക്കാവും. അപ്പോൾ നമ്മുടെ വിഷാദമൊക്കെ മാറിക്കിട്ടും. നമ്മളൊരു നടത്തം കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ കുളിക്കും, അവിടെ പോയിട്ട് ഇങ്ങനെ ദീപാലങ്കാരമൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് റേഡിയൻസ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കൃത്യമായി ഭംഗിയായി ചെയ്യാൻ സാധിക്കും. വിപരീത ചിന്തകൾ ഉണ്ടാവില്ല. വിപരീത ഊർജ്ജമൊക്കെ നമുക്ക് പോകും. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മാറും. അതിന് ക്ഷേത്ര സന്ദർശനം വളരെ നല്ലതാണ്. പക്ഷേ ഈമാതിരി തീവട്ടിക്കൊള്ളയും കള്ളത്തരവും ചെയ്യുന്ന ഈ ബ്രാഹ്മണരുടെ അടുത്ത് ഇത്രയും നമ്മളെ ചതിക്കാൻ കബളിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക ചെയ്ത്. കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ അമ്പലത്തിലൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ കാണാം, അവിടെ എന്താ പറയുക, ഈ സാങ്ക്ചോറത്തിൽ അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല. കാരണം കീഴാളന്മാരാണ് പണിയെടുക്കുള്ളൂ. ഈ സവർണർ പണിയെടുത്ത ചരിത്രമില്ല. അവർക്ക് പണിയെടുക്കാനും അറിയില്ല, പണി എടുപ്പിച്ചിട്ടുള്ള ശീലമുള്ളൂ. അവിടെ അവർ വൃത്തിയാക്കൊന്നുമില്ല. അപ്പോൾ കീഴാളന്മാരെ അവിടെ കയറ്റാത്തോട് കണ്ടും അവർ വൃത്തിയില്ല. ഈ ബ്രാഹ്മണൻ്റെ മുണ്ട് എന്താ പറയുക, മുഷിഞ്ഞിട്ടൊരു വെള്ളം മുണ്ട് എടുക്കുക. എത്ര ദിവസം എത്തിയിട്ടാണ് അലക്കൊന്നും ഇല്ലാത്ത പോലെ ആകെ മുഷിഞ്ഞ വെള്ളം മുണ്ടെടുത്തിട്ടാണ് അത് ധരിക്കുക. വെളിച്ചവും വെട്ടവും വരാത്ത ഒരു റൂമിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ കരിയും പുകയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ചാൽ വൃത്തിയാക്കി പണിയെടുത്തുള്ള ശീലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്തേക്കാണ് മനുഷ്യർ പോകുന്നത്. അവിടെ മാറാലിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അവർക്ക് അതൊന്നും ബോധമില്ല. കാശിങ്ങനെ ദക്ഷിണ വാങ്ങി അവനവൻ്റെ പോക്കറ്റിലിടുക, കൊണ്ടുപോവുക, കണ്ണിച്ചോരയില്ല, ഇങ്ങനെ പോവുക. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് മനുഷ്യന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇങ്ങനെ നടക്കും. ചിലപ്പോൾ എനിക്കതൊരു മോശം സംഗതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു റിഫർമേഷൻ എന്തായാലും ഉണ്ടാവും. ജനങ്ങൾ ചിന്തിക്കും, ഇനി ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാശ് കൊണ്ടുപോയി നമ്മൾ വെറുതെ കളയണോ,
അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊക്കെ ചിന്തിക്കും. കാരണം നമ്മളിപ്പോൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അവിടെ ഇരിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം, പക്ഷെ അവിടെ ഇരിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ദൈവത്തിലും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നമ്മൾ മനുഷ്യനെ വിശ്വസിക്കുമ്പോഴാണ്, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള സഹോദരന് നിങ്ങൾ എന്തെങ്കിലും ഉണ്ണാനും ഉടുക്കാനും വസ്ത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കുന്ന പോലെയാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത് അവരുടെ ദുഃഖങ്ങൾ കണ്ണീരൊപ്പുന്നത് എന്നെ സ്നേഹിക്കുന്ന പോലെയാണ്. അപ്പോൾ പരസ്പരം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ട്രാൻസിഷൻ എന്നെനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ കുറച്ചും കൂടി റാഷണലായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം വരട്ടെ. അത് അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോയി ഇവിടെ ലോകം അവസാനിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കില്ല. അത് നല്ലതിനാണ്. അയ്യപ്പൻ ശക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇത് പുറത്തേക്ക് മറന്നീക്കി വന്നിട്ടുള്ളത്. അത് അയ്യപ്പൻ തന്നെ പറയുന്നുണ്ടാവും, നിങ്ങളിവിടെ കൊണ്ട് ഇങ്ങനെ ഇടല്ലേ, എനിക്ക് പാവങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യൂ എന്ന് അയ്യപ്പൻ പറയാണ്. ഇവിടെ കൊണ്ടുവന്ന ഈ കള്ളന്മാർ കട്ടുകൊണ്ടുപോവാണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളിങ്ങനെ കൊട്ടേക്കോരി കൊണ്ടുവന്ന് ഇവിടെ തള്ളല്ലേ, അത് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ് ഇങ്ങനൊരു സംഗതിയിലൂടെ എന്നൊരു സന്ദേശമാണ് അയ്യപ്പൻ നമുക്കിപ്പോൾ തരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും മനുഷ്യരും പരസ്പരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം അധികം വിദൂരമല്ല എന്ന ഒരു തോന്നലാണ് എനിക്ക് ഈ സംഗതികളിലൂടെ ഉണ്ടാകുന്നത്. കാരണം ഒരു ട്രാൻസിഷനാണത്. ഇവിടെ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത്, വെട്ടിക്കുറയ്ക്കേണ്ടതുണ്ട്. വിജിലൻസ് കുറച്ചുകൂടി വേണ്ടതുണ്ട്. എല്ലാവരും നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കാം എന്നാണ് അയ്യപ്പൻ പറയുന്നത്. അത് അർഹതയുള്ളവരുടെ അടുത്തേക്ക് കാശ് എത്തട്ടെ എന്നും കൂടി പറയുന്നു. നന്ദി, നമസ്കാരം.